പച്ചരി അരയ്ക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഈ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. കുറച്ച് മതി, അത്ര മതി കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഉഴുന്നോ ഉലുവയും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇനി കുതിർക്കാൻ വെക്കുകയാണ്. സാധാരണ പച്ചരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉഴുന്ന് മാത്രം പച്ചരി കുതിർക്കുന്നില്ല കേട്ടോ. ഉഴുന്നോ ഉലുവയും മാത്രം ഇപ്പോൾ കുതിർക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് അരയ്ക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഉഴുന്നോ ഉലുവയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉഴുന്നോ ഉലുവയും അരച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നത് പച്ചരിയല്ല കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഇതിന് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. അതിൻ്റെ 2.25 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ചെറിയ ചെമ്പാണ്. അപ്പോൾ അത് രാവിലെ ആകുമ്പോഴേക്ക് അത് നിറഞ്ഞ് തൂവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് ഒരു പിടി ചോറാണ് കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇപ്പോൾ കടിച്ചെടുക്കാം. അപ്പോൾ അത് ദോശയുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. കാലത്ത് ചുടാട്ടോ. അപ്പോൾ രാവിലെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഈ പച്ചരി അരയ്ക്കുമ്പോൾ നല്ല ഉറപ്പുമായി തോന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ നമുക്ക് നല്ല രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി അരയ്ക്കണം കേട്ടോ. അപ്പോൾ ചമ്മന്തിയിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയാണ്, പിന്നെ ചുട്ടെടുത്ത കുറച്ച് വറ്റൽമുളകും, പിന്നെ ഉപ്പ്, തേങ്ങയാണ് കേട്ടോ. നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ പാൻ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചിട്ട് അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അത് തേങ്ങ തിളച്ചിട്ടുണ്ട്. ഇനി അതിൽ ഒന്ന് പറിച്ചാൽ മതി, നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഇത് അടിപൊളി സിമ്പിൾ ചട്ടിനി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശയാണ്. ഇത് നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.